ഗൈസ്, രാവിലെ എണീറ്റ് ഞാനും അമ്മയും കൂടെ ചിക്കൻ കറി വെക്കുന്ന വ്ളോഗ് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത് ചിക്കനൊക്കെ കഴുകുന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ്. അങ്ങനെ ഇരിക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തമ്മിലൊരു സൗന്ദര്യ പിണക്കം. ഇനിയിപ്പോൾ കരിയാപ്പല കൊണ്ട് കൊടുത്ത് നോക്കാം, ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നോക്കാം. മേ പിണക്കം മാറിയോ? പിണക്കൊന്നുമില്ലേ? ഭയങ്കര പിണക്കമാണോ? അതൊക്കെ പോട്ടെ, എന്തൊക്കെ ഇട്ടതിനകത്ത്? എണ്ണ ചൂടായപ്പോൾ കടുവ് പൊട്ടിച്ചു, ചിരിച്ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോൾ കടുവ് പൊട്ടിച്ചു, ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുക. ഉള്ളി ആരാമ്മ അരിഞ്ഞു തന്നേ? വെച്ചു. വെച്ചു ആരാ? എൻ്റെ മോള്. അമ്മയുടെ മോളാരാ? ഇനി എന്തോ അടുത്തത്? അടുത്ത ഈ ഉള്ളി ചുമന്ന ഒരുമാതിരി ചുമക്കുന്ന സമയത്ത് അരിഞ്ഞ് വെച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇതിനകത്തോട്ട് ഇടും. അതും ഇട്ട് വഴറ്റും. ഗൈസ്, നമുക്കിന്ന് അമ്മയുടെ സർട്ടിഫൈഡ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് പഠിക്കാം. കൊച്ചപ്പോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ഇവിടെ വന്ന് നിൽക്കുക പഠിക്കാനാണ്. വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ചുമപ്പ് നിറവാകുമ്പോൾ ചുമപ്പ് നിറവാകുമ്പോൾ മസാലക്കൂട്ടുകളെല്ലാം എടുത്ത് റെഡിയാക്കും. ഇതിലോട്ട് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, ഒരു ചെറിയ 2 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും ഇടുക. ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയാൽ സൂപ്പർ ചിക്കൻ കറിയാണോ? അതെ. അത് കഴിഞ്ഞിട്ട് ശകല കടയിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണോ? പിന്നെന്താ, ശകല ചിക്കൻ മസാലയും കൂടെ ഞങ്ങൾ ചേർക്കും. എന്നിട്ട് ഒന്ന് ഇളക്കി നല്ലപോലെ ഒരു മൂക്ക് മണം വരും. ഈ മസാലക്കൂട്ട് മൂക്കിലൊരു മണം വരും. ആ സമയത്ത് ഇളം ചൂടുവെള്ളം ഇതിലോട്ട് ലേശം തട്ടി കൊടുക്കണം. ഇളം ചൂടുവെള്ളം ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ചൂടുവെള്ളം, നല്ല ചൂടുള്ള വെള്ളം ഈ ഉള്ളിയും മസാലയും വഴറ്റിയതിനകത്തോട്ട് ഇങ്ങനെ ഇടണം. ചൂടുവെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് വേറൊരു ഇതുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച മസാലയും കുരുമുളകും എല്ലാം ഒരു ചെറിയ പരുവത്തിൽ പൊടിച്ച് വെച്ചത് അതും കൂടി ഇതിലോട്ട് ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയിട്ട് ചെറിയ മണം വരുന്നുണ്ടല്ലോ. ആ സമയത്ത് നോക്കി രണ്ട് കറിയാപ്പലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ടു. സിമ്പിളാണ്. എനിക്കിതൊക്കെ സിമ്പിൾ അല്ലേ അമ്മേ? ഞാനല്ലേ എപ്പോഴും ഉണ്ടാക്കാറ് ഇവിടെ ചിക്കൻ കറി. ഞാനല്ലേ ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുന്നത്. കഴിക്കും. എന്നിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് ശകല ചൂടുവെള്ളം ഒഴിക്കുക. ഇപ്പൊ ഞാൻ തോന്നുന്നു ആ ചൂടുവെള്ളം ശകല ഒഴിക്കുക ആദ്യം. എന്നിട്ട് എണ്ണ തെളിയുന്നിടം വരെ ആ മസാലക്കൂട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് വെക്കുക. ഈ മസാലക്കൂട്ടിൻ്റെ മണ്ടയ്ക്ക് എണ്ണ തെളിയും. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള അല്ല എണ്ണ തെളിഞ്ഞ് വന്നു കഴിഞ്ഞ് ഇച്ചിരൂടെ വെള്ളം ഒഴിച്ച് വെട്ടിത്തിളക്കി. അത് കൊറിയർ വന്നു പറഞ്ഞേ. ഈ എണ്ണ തെളിയുന്ന കണ്ടോ? കണ്ടു.
ഈ എണ്ണ ഇങ്ങനെ തെളിയണം. ഈ മസാലയ്ക്ക് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം ആദ്യമേ ഒഴിക്കണം. ഹായ് അമ്മാമേ. ഒത്തിരി വെള്ളം ആദ്യമേ ഒഴിക്കരുത്. ഈ എണ്ണ തെളിയുന്ന സമയത്ത് ശകലം ചിക്കൻ കറി ഉണ്ടാക്കുന്ന വ്ലോഗ്, സർട്ടിഫൈഡ് ചിക്കൻ കറിയുടെ ഇന്നോ ഞാൻ മറ്റന്നാൾ പോവല്ലേ, അതുകൊണ്ട് സർട്ടിഫൈഡ് ഉപ്പാണോ അമ്മേ? എണ്ണ ഈ തെളിഞ്ഞ് വരുന്ന സമയത്ത് ആവശ്യമായ ഉപ്പ്, ചിക്കൻ കറിക്ക് വേണ്ടുന്ന ഉപ്പ് കൂടെ ചേർക്കുക. അപ്പോൾ ഈ പരുവാവും കൂടെ എന്നിട്ട് ആ ചൂടുവെള്ളം ബാക്കി കൂടെ ഒഴിക്കുക. ചൂടുവെള്ളം ബാക്കി ഒഴിച്ച് കഴിഞ്ഞ് അത് തിളയ്ക്കുമ്പോൾ ചിക്കൻ പറക്കിനകത്തിട്ട് ഇളക്കി അടച്ചു വയ്ക്കും. കണ്ടോ, ഇത് വെട്ടി തിളയ്ക്കുന്നതുണ്ടോ? ഇത് വെട്ടി തിളയ്ക്കുന്നതുകൊണ്ട് ഈ ചിക്കൻ്റെ പീസുകൾ പറക്കി ഇതിലോട്ട് തട്ടിക്കൊടുക്കുക. തട്ടിക്കൊടുക്കുമല്ലോ, എടുത്തിടുവല്ലേ? ഇത് തന്നെ പറക്കിയിടുക നല്ലോണം വെട്ടി തിളയ്ക്കുമ്പോൾ. ഒരു ഹോട്ടൽ തുടങ്ങിയാലോ? നല്ലതായി. ഇട്ടിട്ട് പിന്നെ അതൊന്നുകൂടെ ഇളക്കി പിന്നെ എനിക്കറിയാം എന്താ വേഗം വെക്കുമല്ലേ. ഇനി അടപ്പ് വെച്ച് അടച്ച് അയ്യോ വീണ്ടും കരിയാപ്പില ഇടണം. കരിയാപ്പില ഏറ്റു. ആറ് മാസം 3 മാസം. അത്ര വേണോ? ഇനി എത്ര നേരം വേവാൻ വെക്കണം? ഒരു 15-20 മിനിറ്റ് അവിടെ ഇരുന്ന് ആവി വേകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തീ സിമ്മിച്ചിട്ട് കുറച്ച് വെക്കണം, തിളച്ച് വേണം. അപ്പം നമ്മൾ സർട്ടിഫൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ പഠിച്ചിരിക്കുന്നു ഗൈസ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, ഓൺ റിസ്ക്. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പോയി ജസ്റ്റ് ഒന്ന് തുറന്നോക്കാം. ആയി വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അമ്മയുടെ ഭാഷ പറഞ്ഞ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 6 മിനിറ്റ് ആകുമ്പോൾ നോക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് വെന്ത് വരുന്ന ചിക്കൻ കറിയാണ്. ഇനി നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് വരാം. അമ്മ അങ്ങനെ ചിക്കൻ കറി നിർത്തിയിട്ടുണ്ട്. അമ്മേ എന്തോ എങ്ങനെയുണ്ട്? നല്ല കറിയാ മോനെ. സ്വന്തമായിട്ട് പറയുവാണോ? അല്ലേ മോൻ നോക്ക്. കൊള്ളാം. സർട്ടിഫൈഡ് ചിക്കൻ കറി തന്നെ. ഗായ്സ്, അമ്മയുടെ ചിക്കൻ കറി വീഡിയോ അല്ല വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇത് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.